തിരുവനന്തപുരം നേമത്ത് ദേശീയപാതയിലെ അടിപ്പാത രാത്രികാലങ്ങളിൽ അടച്ചിടേണ്ട അവസ്ഥയാണ്. ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ പണിത അടിപ്പാത സാമൂഹ്യ വിരുദ്ധരുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും താവളമായി മാറിയെന്ന് നാട്ടുകാർ പറയുന്നു. സ്കൂൾ കുട്ടികൾക്ക് പോലും സുരക്ഷയില്ല. അടിയന്തര പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കരമന കളിയിക്കാവിള ദേശീയപാതയുടെ നിർമ്മാണ ഘട്ടത്തിൽ നേമം ജംഗ്ഷനിൽ ഇവിടുത്തെ പൊതുജനങ്ങൾക്കും റോഡിന് ഇരുവശത്തുമുള്ള സ്കൂളുകളിലെ കുട്ടികൾക്കും വേണ്ടി ഒരു അണ്ടർ പാസേജ് നിർമ്മിച്ചു. ദാ ഈ കാണുന്നതാണ് ആ അടിപ്പാത. ഈ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക്, അതുപോലെ തന്നെ ഈ നേമം ഗവൺമെൻറ് UP സ്കൂളിൻ്റെ സമീപത്ത് 2 പ്രധാനപ്പെട്ട ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. നേമം UP സ്കൂളിൽ വരുന്ന കുട്ടികൾക്കും ആ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കും അനായാസമായി റോഡിനപ്പുറത്ത് നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇപ്പുറത്ത് വരാനും സ്കൂൾ വിട്ടതിന് ശേഷം തിരിച്ച് ആ വശത്തോട്ട് പോകുന്നവർക്ക് അങ്ങനെ പോകാനും വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അണ്ടർ പാസേജ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ അടിപ്പാത നിർമ്മിച്ചതെങ്കിൽ ഇപ്പോഴത് ഉപദ്രവമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. റോഡിന് ഇരുവശത്തായുള്ള സ്കൂളുകൾക്കും പൊതുജനങ്ങൾക്കും വേണ്ടി നിർമ്മിച്ച അടിപ്പാത സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ശല്യം രൂക്ഷമായതോടെ സ്കൂളും റെസിഡൻസ് അസോസിയേഷനും ചേർന്ന് CCTVകൾ സ്ഥാപിച്ചു. എന്നാൽ കുട്ടികളുടെ സുരക്ഷയ്ക്കായി സ്ഥാപിച്ച CCTVയും തകർത്തു. സ്കൂൾ സമയത്തിന് ശേഷമാണ് മയക്കുമരുന്ന് മാഫിയയും സാമൂഹ്യ വിരുദ്ധരും അടിപ്പാതയിൽ ഇടം പിടിക്കുന്നത്. വൈകുന്നേരങ്ങളിലും സ്കൂൾ തുടങ്ങുന്നതിന് അതിരാവിലെയും ഒക്കെ തന്നെ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ, മയക്കുമരുന്ന് മാഫിയകളും ഒക്കെ ഇവിടെ കൂട്ടം കൂടി ഇത് കച്ചവടം ചെയ്യുകയും ഇവർക്ക് പഴയതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ ഈ ക്യാമറ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പല ഘട്ടത്തിലും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് അടിച്ചു തകർക്കുന്ന സ്ഥലം വരെ എത്തി. രാത്രിയോ പകലോ എന്നില്ലാതെ ഇവിടം സാമൂഹ്യ വിരുദ്ധർ കൈയടക്കും. പൊതുജനങ്ങൾക്ക് വഴിനടക്കാനാകാത്ത അവസ്ഥ. നേമം പോലീസ് സ്റ്റേഷന്റെ മീറ്ററുകൾക്കപ്പുറമാണ് ഈ അണ്ടർ പാസേജ്. നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് സമർപ്പിച്ച അധികാരികളും പോലീസും വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധിക്കാനാണ് നാട്ടുകാരുടെയും അധ്യാപകരുടെയും തീരുമാനം. സ്ഥിരമായി ഇവിടെ ആളെ പോലീസിന് കിട്ടുകയുമില്ല. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം, മേലിത്തരം ആക്രമണം ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. സ്കൂളിന് മാത്രമായിട്ട് ഇതിന് ഉള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള ഫണ്ടൊന്നും അവരെ പക്കലില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയുന്ന കാര്യം. മയക്കുമരുന്ന് മാഫിയയുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ശല്യം കാരണം സ്കൂൾ സമയങ്ങളിൽ മാത്രമാണ് നിലവിലിപ്പോൾ അടിപ്പാത തുറക്കുന്നത്. സർക്കാരും പോലീസും ഇടപെട്ട ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് സ്കൂൾ അധികൃതരും റെസിഡൻസ് അസോസിയേഷനും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ മനീഷിനൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.